ഞാനിപ്പോൾ ഒറ്റയ്ക്കിരിക്കുക വീട്ടിൽ. ഹാപ്പി എൻഡിങ്ങിൽ നിന്ന് സാഡ് എൻഡിങ്ങിലേക്ക് ആയിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നോ സ്ട്രെസ്, ലെറ്റ്സ് ഗോ. Hello guys, welcome back to my YouTube channel. So let's get straight to the video. ഇന്ന് വിഷു ആണ് ഗൈസ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സും ഞാനും വലിയ പ്ലാനൊന്നും ഉണ്ടാക്കിയില്ല. സോ എല്ലാവരും ജോലിക്ക് പോയി, കുറേ പേര് വേറെ എവിടേക്കോ പോയി, അങ്ങനെയൊക്കെയാണ്. സോ ഞാനിപ്പോൾ ഒറ്റയ്ക്കിരിക്കുക വീട്ടിൽ. സോ ഞാനോർത്ത് എന്തായാലും വിഷു അല്ലേ, നമുക്കൊരു പായസമെങ്കിലും ഉണ്ടാക്കാം അല്ലേ. ഒരു പൊട്ടും കൂടെ തൊട്ടേക്കാം അല്ലേ, ഒരു കേരള വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. പൊട്ടൊക്കെ തൊട്ടു. ഞാനാണെങ്കിൽ സാരിയൊക്കെ ഉടുത്ത് പായസം ഉണ്ടാക്കാം എന്നൊക്കെ ആലോചിച്ചാണ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ഞാൻ കിടന്നുറങ്ങിയത്. പക്ഷേ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല മടി സാരി ഉടുക്കാൻ. പിന്നെ ഞാൻ ഓർത്തു എൻ്റെ കയ്യിൽ എവിടെ ഒരു ഇന്ത്യൻ ടച്ച് വരുന്ന ഒരു ഡ്രസ്സുണ്ട്, പക്ഷെ അതെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. തപ്പണം, നോക്കട്ടെ, കണ്ടുപിടിച്ചിട്ട് വരാം. ഡ്രസ്സ് നമുക്ക് കിട്ടി, ഒന്ന് തേക്കണം. വലിയ മനമൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് തേച്ച് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓക്കെ, ടാറ്റാ. ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി, ഞാൻ പൊട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി. സിമ്പിൾ ഒരു കുർത്തയാണ്, കുർത്തി എന്ന് പറയാൻ പറ്റില്ല, ഒരു ടോപ്പ്. അപ്പോൾ നമുക്ക് താഴെ പോയി പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അടുക്കളയൊന്നും കണ്ട് പേടിക്കരുത്. എല്ലാവരും നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് കുക്ക് ചെയ്ത് അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ്. സോ പായസം, ലെറ്റ്സ് മേക്ക് ഇറ്റ്. നമ്മൾ ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, നോ സ്ട്രെസ്. പായസത്തിന് നമുക്ക് തേങ്ങാപ്പാൽ മസ്റ്റാണല്ലോ, പക്ഷെ ഓതൻറ്റിക് തേങ്ങാപ്പാലൊന്നും ഉണ്ടാക്കാൻ എന്നെ കിട്ടൂല. സോ ഞാൻ എന്നും സാധാരണ ഉണ്ടാക്കും മറ്റേ ക്യാനിലുള്ളതായിരുന്നു വാങ്ങാറ്. ബട്ട് ഇത്തവണ അത് കിട്ടിയില്ല. സോ പൗഡറാണ്, കുഴപ്പമില്ല, സെറ്റാക്കാം. ഞാൻ പൗഡറിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. സോ ഐ ഡോണ്ട് നോ എന്താവുന്നു, നോക്കാം. ഓക്കെയാണെന്ന് തോന്നുന്നു. വേണമെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയി ഗൈസ്. എൻ്റെ തട്ടിക്കൂട്ട് പായസമാണ്, ഇറ്റ്സ് റെഡി. ഞാൻ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറിയും ചോറും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡ് വന്ന് കഴിച്ചിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാം. A few moments later. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞാൻ
ഞാൻ ഓൾറെഡി ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഫുഡ് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത്. എണീറ്റ് പായസം ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് ഫുഡ് വരുമല്ലോ കഴിക്കാമല്ലോ എന്ന് ഓർത്തു. ആൻഡ് ഡു യു നോ വാട്ട് ജസ്റ്റ് ഹാപ്പൻഡ്? ഓർഡർ ക്യാൻസൽഡ്. 1 മിനിറ്റും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ആ ഡെലിവറി പേഴ്സൺ ഇവിടെ എത്താൻ. ജസ്റ്റ് 1 മിനിറ്റ് അവേ. ആൻഡ് കൃത്യസമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു, യുവർ ഓർഡർ ഗോട്ട് ക്യാൻസൽഡ് ബിക്കോസ് വി കാൺട്ട് ഫിനിഷ് യുവർ ഡെലിവറി. സോറി ദിവ്യ എന്ന്. വി വിൽ ട്രൈ മേക്ക് ഷുവർ ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ അഗൈൻ. അപ്പം വിശന്നിരിക്കുന്ന ഞാൻ ആരായി? ഗോഡ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹാപ്പി എൻഡിങ്ങിൽ നിന്ന് സാഡ് എൻഡിങ്ങിലേക്ക് ആയിപ്പോയി, എന്നാലും കുഴപ്പമില്ല. എനിവേ, അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്. ഫുഡ് എത്തി ഗൈസ്. ആ പുള്ളിക്കാരൻ അബദ്ധത്തിൽ ക്യാൻസലാക്കി കളഞ്ഞതാണ്, വെറുതെ തെറ്റിദ്ധരിച്ചു. ലെറ്റ്സ് ഹാവ് ഫുഡ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്.